അപ്പോൾ നാരദൻ അവരെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ മറ്റുള്ളവരെ പോലെ, മായാമോഹം ബാധിച്ചവരെ പോലെ പ്രവർത്തിക്കുന്നത്? നിങ്ങൾക്കും ഭ്രമം ബാധിച്ചിട്ടാണോ? മനസ്സിന് വിഭ്രമം ഉണ്ടാവുമ്പോഴാണ്, മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോഴാണ് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, പ്രയോജനമില്ലാത്ത കാര്യങ്ങളെ ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഭ്രമം ബാധിച്ചുവോ? ഇപ്പൊ നിങ്ങൾ ഇതിനു മുൻപുള്ളവരുടെ അനുഭവങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളുടെ പിതാമഹനാണ് ബ്രഹ്മാവ്, ഇവർക്ക് പിതാവാണ് ദക്ഷൻ, ദക്ഷന്റെയും പിതൃസ്ഥാനം ബ്രഹ്മാവിനാണ്. അപ്പൊ നിങ്ങളുടെ പിതാമഹനാണ് ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിന് പലപ്പോഴായിട്ട് ഇങ്ങനെയുള്ള അബദ്ധം പറ്റിയിട്ടുണ്ട്. ഒരവസരത്തിൽ അദ്ദേഹത്തിന് മോഹം ബാധിച്ചു, ബുദ്ധി ഭ്രമിച്ചു. എന്നിട്ടാണ് ആ ബ്രഹ്മാവിന്റെ ഒരു ശിരസ് തന്നെ ഛേദിക്കപ്പെട്ടതായൊരു കഥ. അത് പുരാണ പ്രസിദ്ധമാണ്. ദേവീഭാഗവതത്തിലും ശിവപുരാണത്തിലൊക്കെ പറയും. 5 മുഖമുണ്ടായിരുന്ന, 5 ശിരസ്സുണ്ടായിരുന്ന ബ്രഹ്മാവ് ചതുർമുഖനായത് പിന്നീടാണ്. ശ്രീപരമേശ്വരന്റെ ഒരു അംഗമായിട്ടുള്ള, അംശമായിട്ടുള്ള ഭൈരവനായിട്ട് ഭഗവാൻ അവതരിച്ചിട്ടാണ് ആ ബ്രഹ്മാവിന്റെ ശിരസ് ഛേദിച്ചത്. ഇങ്ങനെ പലപ്പോഴും പലതരത്തിലുള്ള ക്ലേശത്തെ അനുഭവിച്ചിട്ടുള്ള ആളാണ് ബ്രഹ്മാവ്. ഇപ്പോഴും പലതരത്തിലുള്ള ക്ലേശം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് വീണ്ടും ഈ തപസ്സൊക്കെ ചെയ്ത് വരങ്ങൾ നേടി പിന്നെയും ഈ സംസാരക്ലേശങ്ങളെ അനുഭവിക്കാൻ വേണ്ടി? സൃഷ്ടികർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അത് ദുഃഖപൂർണമാണ്. അതുകൊണ്ട് ഇത് തിരിച്ചറിയുന്നവർ അതിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗമാണ് എപ്പോഴും ആലോചിക്കുക. മുൻപിൽ നമ്മളിനി കാണാൻ പോകുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യം അത് ദുഷ്കരമാണ്, അത് ക്ലേശപൂർണമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിൽ നിന്ന് പിന്തിരിയാണ് വേണ്ടത്, വിവേകമുള്ളവർ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ എന്തു വേണം? ഈ ദുഃഖത്തെ പ്രദാനം ചെയ്യുന്ന, അതികഠിനമായ ദുഃഖം പ്രദാനം ചെയ്യുന്ന സൃഷ്ടികർമ്മത്തിലുള്ള നിങ്ങളുടെ ആഗ്രഹത്തെ ഉപേക്ഷിക്കുക. എന്നിട്ട് ഭഗവാനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് എന്താണ് വരമായിട്ട് നേടേണ്ടത്? പരമാനന്ദത്തെ പ്രാപിക്കുക, അതായത് മോക്ഷം പ്രാപിക്കുകയാണ് വേണ്ടത്. ഏവം ദുഃഖസ്വരൂപാഹി സൃഷ്ടുതാ സുഖവർജിത തസ്മാത് തത്ര നിവൃത്താശ സൃഷ്ടൗ ദുഃഖൈകഭാജനെ തപസാ പരമേശാനം തോഷയിത്വാ മഹേശ്വരം ഭജത്വം മുക്തിമതുലാം നിരുപദ്രവശാലിനിം. ഏവം മുനിവരസ്തേഷാം തത്വജ്ഞാനം ശിവാശ്രയം ഉപദിശ്യ ജഗാമേഷ സ്വേച്ഛയാ വ്യോമിനി ഭൂസുര. ശ്രീനാരദ മഹർഷിയുടെ ഉപദേശമൊക്കെ കേട്ട ദക്ഷപുത്രന്മാർ അത് ശരിയാണ് എന്ന് നിശ്ചയിക്കുകയും അത് മനസ്സിലങ്ങോട്ട് ഉറപ്പിച്ചു. മോക്ഷത്തിനായിക്കൊണ്ട് ഒരിക്കലും ഇനി ശരീരം സ്വീകരിക്കരുത് എന്ന് നിശ്ചയിച്ച് പുനർജന്മരഹിതം ആയിട്ടുള്ള, പുനർജന്മമില്ലാത്ത ആ മുക്തിയെ പ്രാപിച്ചു എന്നാണ്. ഇവിടെ ദക്ഷൻ വലിയ വിഷമത്തിലായിത്തീർന്നു. കാരണം തന്റെ പുത്രന്മാരെ താൻ തപസ്സിനായിട്ട് പറഞ്ഞയച്ചതാണ്. എന്നാൽ ശ്രീനാരദൻ അവരെയൊക്കെ ഉപദേശിച്ചു, അവരെയൊക്കെ സന്യാസമാർഗത്തിലേക്ക് എല്ലാം പരിത്യജിച്ച് സർവസംഘ പരിത്യാഗികളാക്കി മാറ്റുകയാണ് ചെയ്തത് എന്നറിഞ്ഞു ദക്ഷൻ. അതറിഞ്ഞ സമയത്ത് വല്ലാത്ത മനപ്രയാസമുണ്ടായി എന്നാണ്. മാതാപിതാക്കൾക്ക് തൻ്റെ മക്കൾ തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, നമ്മുടെ ആഗ്രഹം പോലെ ആയിത്തീരണം എന്നാണ് ഏതൊരു അച്ഛനും അമ്മയും കരുതുക. പക്ഷെ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം എന്നാണ്, ഓരോ ജീവനും ശരീരം സ്വീകരിക്കുന്നത് പോലും പൂർവ്വപ്രാരബ്ധമനുസരിച്ചിട്ടാണ്. അപ്പോൾ എന്തായിത്തീരണം, എങ്ങനെയായിത്തീരണമെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അല്ലാതെ നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് ആയിത്തീരേണ്ടവരല്ല നമ്മളുടെ മക്കൾ എന്നാണ്.
അതൊരു തെറ്റിദ്ധാരണയാണ്. നമുക്കാവാൻ പറ്റാത്ത, നമുക്കെത്തിച്ചേരാൻ പറ്റാത്ത ഇടങ്ങളിലേക്ക്, സ്ഥാനങ്ങളിലേക്ക് നമ്മളുടെ മക്കളെ എത്തിക്കണമെന്ന ഒരു തെറ്റായ ഒരു വിചാരം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അങ്ങനെ കുട്ടികളെ വളർത്തുന്നത് തെറ്റായ സമ്പ്രദായമാണ് എന്നാണ്. അവരെ വളരാൻ അനുവദിക്കുക, അവർക്ക് വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക മാത്രമാണ് ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും കർത്തവ്യം. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പൊ അമിതമായിട്ടുള്ള നിയന്ത്രണം ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് ആ കുട്ടികളിൽ ഉണ്ടാക്കുന്നതായ സംഘർഷം, തൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ആഗ്രഹത്തിന് അനുസരിച്ച് തനിക്ക് ഉയരാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു സംഘർഷം അവരെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് നിവൃത്തിയില്ലാതെ വരുമ്പോൾ ആത്മഹത്യയിലേക്കൊക്കെ നയിക്കുന്നത്. അപ്പോൾ വലിയൊരു സന്ദേശം കൂടിയിട്ട് അവിടെ തരികയാണ് ഈ കഥയിൽ കൂടിയിട്ട്. അപ്പൊ ഇവിടെ വല്ലാത്ത ഒരു മനപ്രയാസം അനുഭവിക്കുകയാണ് ദക്ഷപ്രജാപതി എന്നാണ്. വീണ്ടും അതേപോലെ തന്നെ തനിക്ക് 3 അവസരത്തിൽ സൃഷ്ടിക്കാനുള്ള വരമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യ പ്രജാസൃഷ്ടി ഇങ്ങനെ ആയിത്തീർന്നു. ശ്രീനാരദൻ അവരെയൊക്കെ ഉപദേശിച്ചു. മോക്ഷമാർഗത്തിലേക്ക് അവർ പോയി കഴിഞ്ഞു. വീണ്ടും അടുത്തതായിട്ട് പ്രജാസൃഷ്ടിയെ ചെയ്തു എന്നാണ്, പുത്രന്മാരെ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞത്. അവർക്കും നാമകരണാദികളൊക്കെ ചെയ്ത് ആ പുത്രന്മാരെയും തപസ്സിനായിട്ട് പറഞ്ഞയച്ചു. മുൻപത്തേത് തന്നെ ആവർത്തിക്കുകയാണ്. വീണ്ടും നാരദ മഹർഷി അവരെ കണ്ടു. നാരദന്റെ ഉപദേശം സ്വീകരിച്ച് മോക്ഷമതിം വിധായേഷാം പൂർവവൽ വ്യോമചാശ്രിത ദേവി പ്രസാദ്യദേവേശം തപസാ പരമേശ്വരം അപവർഗം ഗത മാതൃഗർഭസ്മരണവർജിതം വൃത്താന്തമേതദ് വിജ്ഞായ പുനർദക്ഷ ക്രുധാന്വിത. അപ്പൊ തന്റെ പുത്രന്മാരെ വീണ്ടും നാരദൻ ഉപദേശിച്ചു. ഇനിയും മാതൃഗർഭത്തിൽ വന്ന് പ്രവേശിക്കേണ്ട ഒരനുഭവം ഉണ്ടാവാതിരിക്കാൻ എന്നാണ്. ഏറ്റവും വലിയ ദുഃഖം, ഏറ്റവും വലിയ നരകമാണ് ഗർഭക്ലേശം എന്ന് പുരാണങ്ങൾ പറഞ്ഞു തരികയാണ്. ഏതൊരു ജീവനും മാതൃഗർഭത്തിൽ 1-2 ദിവസം പോരാ, എത്രയോ നാളുകളാണ് ആ ഗർഭക്ലേശം അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് അറിയുന്ന മഹാത്മാക്കൾ, മഹർഷിമാരൊക്കെ ഇനിയും ഒരു ഗർഭവാസം ഉണ്ടാവരുത് എന്ന് നിശ്ചയിച്ചിട്ടാണ്, ദൃഢനിശ്ചയം ചെയ്തിട്ടാണ് അതികഠിനമായിട്ടുള്ള തപസ് ചെയ്ത് ആ മുക്തിപദത്തെ പ്രാപിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. ഈ ദക്ഷപുത്രന്മാരെ വീണ്ടും നാരദ മഹർഷി കണ്ടുമുട്ടുകയും ആദ്യം തന്നെ ചോദിച്ചു അവരോട്, നിങ്ങൾ എന്തിനു പുറപ്പെട്ടതാണ്? അപ്പൊ ഞങ്ങൾ ദക്ഷപുത്രന്മാരാണ്, തപസ്സിനായിട്ട് വന്നതാണ്. അപ്പൊ നിങ്ങളും നിങ്ങളുടെ ജ്യേഷ്ഠന്മാർ പോയ വഴിയുടെ അല്ലേ പോവേണ്ടത്? അങ്ങനെയാണല്ലോ, നമ്മളുടെ പൂർവികർ കാണിച്ചു തന്ന വഴിയിൽ കൂടി വേണ്ടേ നമ്മളും പോവാൻ. അവരും അതിനെ അംഗീകരിച്ചു. തുടർന്നാണ് നാരദന്റെ ആ ഉപദേശം സ്വീകരിച്ചു. അവരും തപസ് ചെയ്തുകൊണ്ട് ഇനി മടങ്ങി വരേണ്ടതില്ല, അച്ഛൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോയി സൃഷ്ടികർമ്മത്തിൽ അച്ഛനെ സഹായിക്കുക, അതൊന്നും ആവശ്യമില്ല എന്നവർ നിശ്ചയിച്ചിട്ടാണ് തപസ് ചെയ്തു സർവസംഘ പരിത്യാഗികളായിട്ട് മാറി. അതറിഞ്ഞതോടുകൂടി വല്ലാത്ത കോപമായി ദക്ഷന്. ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്ന് പരാതി പറഞ്ഞു എന്നാണ് ദക്ഷൻ. നാരദൻ ഇങ്ങനെയൊക്കെ ചെയ്യാണ്. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, നാരദനെ നേരെയാക്കാൻ പറ്റില്ല. തെളിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ തെളിക്കുക എന്നൊരു ചൊല്ലുണ്ടല്ലോ, ചിലരെ അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ നാരദനെ ഞാൻ ഉപദേശിക്കാറില്ല. നാരദൻ എന്തെങ്കിലും ചെയ്തു എന്ന് കരുതി നീ വിഷമിച്ചിട്ട് കാര്യമില്ല. ഇനി ഒരേ ഒരു വഴിയുള്ളൂ, ഒരു പ്രാവശ്യം കൂടി നിനക്ക് സൃഷ്ടിക്കാനുള്ള പ്രഭാവമുണ്ട്, സ്ത്രീകളെ, പെൺകുട്ടികളെ സൃഷ്ടിക്കൂന്ന്. അപ്പോൾ അവൻ ആ വഴി വരുമെന്നറിയാം. കാരണം ബ്രഹ്മാവ് കുറെ ശ്രമിച്ചു എന്നാണ് നാരദനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കാൻ.